എൻ്റെ കസിൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കയ്യിൽ കളർ ഉണ്ട്, ഞാൻ അവിടെ നിന്ന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പേടി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ വരാൻ വിചാരിച്ചത്. പക്ഷെ ഇത് നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്. കാരണം ഇവിടെ ഈ അടുത്തൊക്കെ ഹോസ്റ്റൽസ് ഉണ്ട്. ആ ഹോസ്റ്റലിൽ നിന്നൊക്കെ കാണാൻ കുട്ടികൾ തന്നെത്താൻ ചെയ്തിട്ട് ഇപ്പോൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പ്രീ ലൈറ്റ്നറും കളറും ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. കാരണം അതിന് അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഹെയർ ബേൺ ആയിട്ട് ഓടി വരും, എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട്. കളർ എന്ന് പറയുന്നത് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനുള്ളൊരു സാധനമാണ്. നമുക്ക് അത്ര സിമ്പിളായിട്ട് സ്വന്തമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കളറിനകത്ത് ഇപ്പോഴും നമ്മളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. കളറിൻ്റെ മിക്സിങ് റേഷ്യം ഓരോ ഹെയർ നോക്കിയിട്ട് മിക്സ് ചെയ്യുന്നത്, അതുപോലെ ഒരുപാട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല കളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഭയങ്കരമായിട്ട് ബേൺ ആവും. ബേൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഹെയർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കണം. ഇതിലെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്കിപ്പോൾ ഒരു കളർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്ര ലെവൽ ലിഫ്റ്റിങ്, അത് അതിൻ്റെ കണക്ക്